ഇതെന്നാ അച്ഛമ്മ ചെയ്യുന്ന പരിപാടി? ഈ ശർക്കര ചെയ്യുന്ന കണ്ടിട്ടാണ്. ആ അതെ, ശർക്കര മാത്രമേ എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടല്ലോ. അല്ല, പഴം ഇരിപ്പുണ്ട്. അത് നമ്മുടെ സ്വന്തം വാഴക്കല പഴുപ്പിച്ചതാ. ആ അത് വളരെ ചേർത്ത് വെച്ചില്ലായിരുന്നു, അന്നേരം അത് പഴുത്തു. എന്നാ ഇരുന്ന് വെറുതെ പോകുകയല്ലേ. ഇതെന്നാ ഉണ്ടാക്കുന്ന? ഇത് ഞാൻ അരിപ്പൊടി ഇച്ചിരി റബ്ബപ്പൊടിയും കൂടെ രണ്ടും കൂടെ കൂട്ടി ഇച്ചിരി ചൂടുവെള്ളത്തിൽ നനച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഈ പഴം മിക്സിയിലിട്ട് അടിച്ച് അതിനകത്തോട്ടിടും. അല്ല, സാധനത്തിന്റെ പേരെന്നാ? അട. അടയോ? ഇലയട. പഴം അടിച്ച് അതിനകത്ത് ഒഴിക്കും, ശർക്കരയും ചീകിയിടും, എന്നിട്ട് ഇച്ചിരി ജീരകപ്പൊടി ഏലക്കാപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ഇലക്കകത്തോട്ട് പരത്തി ഓട്ടടയായിട്ട് ചുട്ടെടുക്കും. അല്ലാതെ അട പുഴുങ്ങാനല്ല. ഇലക്കകത്ത് ചെറുതായിട്ടൊക്കെ കരിഞ്ഞെരിഞ്ഞ് വരികയല്ലേ ഇലയുടെ. അങ്ങനെ. ഇവനാരെ ഈ തേങ്ങാപ്പുള് കൊടുത്തേ? ഇവൻ ആര് കൊടുത്താന്നൊന്നും അറിയത്തില്ല. അടുക്കളങ്ങാണ്ട് നല്ല സ്പീഡാല്ലേ. അതും തരത്തില്ല. നീ ഒന്ന് പിടിച്ചു നോക്കി. അതുകൊണ്ട് ഓടുന്നതാണോ? ചുമ്മാ പോയി അടുത്ത്. അതെ, അവനേ തേങ്ങ കണ്ട ഭയങ്കര പ്രാന്ത. ചിരവ വരെ കയറിയിരുന്ന് തരി വെറുക്കി തിന്നും. മറി തിന്നും. നമ്മള് തുടങ്ങി നന്നര അതുമായിട്ട് വിട്ടു. പോയി. തേങ്ങ കണ്ടാ പിന്നെ പുറകെ നടക്കും. അതുകൊണ്ട് തേങ്ങ ഞാനെടുത്ത പിച്ചിരി അങ്ങ് പൂളി കൊടുത്തതാ. അതുകൊണ്ട് മര്യാദയ്ക്ക് എവിടെയെങ്കിലും ഇരുന്നോളൂ, മറന്നു കിടക്കും. ഞാനേ മുമ്പ് കടല കഴിച്ചോണ്ടിരുന്നപ്പോഴേ കടല എടുത്തൊരു പാത്രത്തിട്ട് കഴിക്കുവാണേ. കഴിച്ച് തീരാറായപ്പോ കൂട്ടിന്നിറങ്ങി വന്നിട്ട് കടലപാത്രത്തിന്റെ അറ്റത്ത് ഒഴിച്ചൊരു തൂങ്ങല്. അതിന്റെ അകത്തിരുന്ന് തൊലിയെല്ലാം കൂടെ മോത്തി വീണു. അതെല്ലാം ഇങ്ങനെ പിടിച്ചിട്ട് തിന്നുവാ. അവന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ശർക്കരയും തേങ്ങായും. ശർക്കര കണ്ടാ പിന്നെ ശർക്കരയും തേങ്ങായും കണ്ടാ പിന്നെ നമ്മൾ എന്നെ വിളിച്ചാലും വരികയില്ല. അല്ലെ നമ്മുടെ പുറകെ നടക്കും. അത് കയ്യിലിരിക്കുവാണെങ്കിൽ വരുത്തേയില്ല, അവിടെ ഇരുന്ന് തോന്നും. അടയ്ക്ക് എടുക്കാനായിട്ട് എടുത്തു വെച്ച പഴവാ. ആശാൻ ഇരുന്ന് തീറ്റയാ. തിന്നോ വയറ് നിറയെ തിന്നു. ഒരു കൊലം മുഴുവനുണ്ട് പഴുപ്പിച്ച് തിരിപ്പ്. ഈ അരിയൊക്കെ എടുത്തു വെച്ചേക്കുന്നേ? അത് കരികലപ്പട പോലത്തെ കിളികൾ വരികയല്ലേ, അതുങ്ങൾക്ക് ഇട്ട് കൊടുത്താൽ അതുങ്ങൾ തിന്നോളും. അരി ഇപ്പൊ പഴം ഇട്ട് കൊടുത്താലും കുറെ നേരം കൊണ്ട് എല്ലാം കൂടെ വന്നിരുന്ന് കൊത്തിപ്പെറുക്കി തിന്നോളും. ഇതുണ്ടോ, ഇതിവിടെ വെച്ചിട്ടെ കണ്ണാപ്പി ഇതിന്റെ അകത്തൂടെ വന്ന് മുഴുവൻ കിടന്ന് അങ്ങനെ ചാക്കി ഇവിടെ നിറച്ചരി. ഞാൻ അണ്ണാനും കുറച്ച് എടുത്തു കൊടുക്കും, നെറ്റത്തൂടെ വരുന്നതിനും കുറെ ഇട്ട് കൊടുക്കും, കിളിക്കും എല്ലാം. ഈ പഴമാണെങ്കിൽ ഈരണ്ട് അങ്ങോട്ട് വെച്ചാൽ അതുങ്ങൾ കൊത്തിപ്പറിച്ച് തിന്നോളും. വെറുതെ ഇവിടെ ഇരുന്ന് തന്നെ ചീഞ്ഞ് കളയുന്നേ. അടുത്തത് കൊടുക്കാൻ ഇപ്പൊ ഇതേ വന്ന് ചാടി കേറുവേ. കണ്ണാപ്പി എന്റെ പാത്രത്തിൽ കേറിയെങ്കിൽ അവനെ ഞാന് ഭാര്യയിടല്ലേ, ഉറുമ്പ് വരും. കണ്ണാപ്പി കണ്ണാപ്പി ഇതല്ലോ ശർക്കരയിൽ നിന്നേ കുറച്ചിട്ട് കൊടുത്തപ്പോ. അയ്യോ, ശർക്കര എന്നാ ഇഷ്ടമെന്നറിയാം അതിന്. ആകെ തുള്ളിയുള്ളേ, കഴിക്കാത്ത ഇങ്ങനെ ചുരുട്ടി പിടിച്ചോ. ശർക്കര ഭയങ്കര ഇഷ്ടമാണ്. കൂടിനകത്തൊന്നും ഇട്ടേക്കരുത് ശർക്കര, എന്നാന്നോ ഉറുമ്പ് അടിച്ചെടുക്കട്ടെ. കുഞ്ഞിതുണ്ടാക്കുന്ന എങ്ങനെയാന്ന് പഠിച്ചോണം കേട്ടോ. അച്ചമ്മച്ചി ഇപ്പൊ അരിപ്പൊടിയും റബയും കൂടി, അരിപ്പൊടി തന്നെ ആയാലും മതി, റബ തന്നെ ആയാലും മതി. ഞാനിപ്പോ ഇത് രണ്ടും കൂടെ എടുത്ത് ചെറുതായിട്ടൊന്ന് നനച്ച് വെച്ചേക്കുന്നേ. അപ്പൊ ചൂടുവെള്ളത്തിൽ നനച്ചേക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ മയം കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് ഇനി പഴം ഇട്ട് കൊടുത്തു. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി ജീരകപ്പൊടി, അവിടെ അതേ ഇരിക്കുന്ന ഉലുവ അല്ല, ഏലക്ക പിടിച്ചത്, ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. വാരി അങ്ങ് കൊടയോ അതിൻ്റെ അകത്തോട്ട്. ആവശ്യത്തിന് ചേരണ്ടേ, കൊറേ ഇരിക്കുന്നു.
നമ്മൾ ആവശ്യത്തിന് എല്ലാം പൊടിച്ചു വെച്ചിട്ടില്ല പിന്നെ അതെന്നതാ? ഇത് ജീരകം. എല്ലാം പൊടി വേണം ഇടാൻ. അത് ഇരുന്ന് തീറ്റയാ, തേങ്ങയും ശർക്കരയും. ജീരകപ്പൊടി ഇട്ടു. ഇനി വേണമെങ്കിൽ അരിപ്പൊടി നനച്ചപ്പോൾ ഞാൻ ഒരു നുള്ളു ഉപ്പ് ഇട്ടതാ. അതുകൊണ്ട് ഇനി ഉപ്പ് വേണ്ട. ഇനിയും തേങ്ങയും ഇതെല്ലാം കൂടെ ഇങ്ങോട്ടിട്ട് കുഴക്കാം. നല്ല മണം. പൊണ കണ്ടു വെക്കാതെ. എന്നതേലും ഉണ്ടാക്കുന്നിടത്ത് മണം ഗുണമൊന്നും പറയില്ല. ഓടിക്കും ഞാൻ. നല്ല നിറമുള്ള ശർക്കര ആയതുകൊണ്ടേ, വെളുത്ത നിറമായതുകൊണ്ട് ശർക്കര ഇട്ടതെന്ന് അറിയത്തില്ലല്ലേ വെച്ചേക്കുന്നേ. ഇങ്ങനെ ഇരിക്കണം. അപ്പൊ നമ്മുടെ സാധനം എല്ലാം കുഴച്ചു വെച്ചിട്ടുണ്ട്. ഇനി എന്നെ ഇത് വെച്ച് നീ ഇപ്പൊ കണ്ടോണം, ഇലക്കകത്തോട്ട് പരത്തി എടുക്കും. ഇതന്നെ ഇല കീറുവാണോ? ഇല കീറി എടുക്കുക. എന്നാ വലിയ പീസായിട്ടാ കീറണ്ടേ? ഇതിങ്ങനെ കീറി വേണം മടക്കണം. ഇലക്കകത്ത് വെച്ചിട്ട് അതിനാ മുഴുത്തായിട്ട് എടുക്കുന്നത്. അത്രയും വേണോ അല്ലേ? കുഞ്ഞിതെല്ലാം കണ്ടു പഠിക്കുകയല്ലേ ഇരുന്ന്. നേരത്തെ മാവ് വെച്ച് ഉണ്ടാക്കി തരുമല്ലായിരുന്നു. മാവ് മാത്രം വെച്ച് മാവിനകത്തോട്ട് ശർക്കരയും തേങ്ങയും എല്ലാം അത് മൊത്തം പരത്തിയിട്ട് നടുക്കോട്ട് ശർക്കരയും തേങ്ങയും കൂടെ വെച്ചിട്ട് പരത്തി ഇതുപോലെ തന്നെ. അങ്ങനെ വേണേലും ഉണ്ടാക്കാം. ഇതിപ്പം ഞാനിപ്പം മൊത്തം ഇങ്ങോട്ട് തേങ്ങ ഇരണ്ടി ഇട്ടിട്ടേ ശർക്കരയിട്ട് 4 മണിക്കൊക്കെ വരുമ്പോഴത്തേക്കിനും നല്ല സുഖമാണ്. 2 അട അങ്ങ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഒന്നും വേണ്ട. പക്ഷെ എനിക്ക് ഇങ്ങനെ മടക്കിയെടുത്ത് വെക്കും. പഴമൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ഇരിപ്പില്ലേ, പഴമൊക്കെ തീർക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവാണ് കേട്ടോ. നല്ല ഹെൽത്തി ഫുഡുമാണ്. അതെ, സൂപ്പർ ടേസ്റ്റ്. പഴം തിന്നാൻ പറഞ്ഞാൽ ആർക്കും പഴമായിട്ട് തിന്നാൻ വലിയ നീയൊക്കെ പഴം തിന്നില്ലെങ്കിൽ നിന്നെ പഴം മനസ്സിലായി. അടുത്ത ഞാൻ ചൂടാട്ടെ, പരത്തട്ടെ. കുഞ്ഞി പരത്താന്നാ പറഞ്ഞേക്കുന്നത്. കൈ കഴുകിയോ? കാണിച്ചു തരാം. കുളിച്ചേച്ച് വരുമ്പോ അട തിന്നാന്നും കൊണ്ടാ പെട്ടെന്ന് കുളിക്കാൻ പോയതല്ലേ. എന്തി അടചുട ഇപ്പൊ അടയായേനെ. അടചുടുന്ന ആ പഴയ സോസ്പാൻ എന്തി? എനിക്കറിയത്തില്ല. ഇത് നോക്ക് നോക്ക്. പറഞ്ഞതല്ലത്, എനിക്ക് അത് ഇച്ചിരി അതിന്റെ നിറം പോകത്തില്ല. നല്ല എങ്ങനെയാ വരത്തിയേ? കൊള്ളാലോ. ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വിട്ടു. ഇതന്നെ മേസ്രിമാര് പിന്നെ ചായം തേക്കുന്നവനാണല്ലോടാ. മതി മതി, കറക്റ്റ്. മടക്ക്. മടക്കം വെച്ചു കൊടുത്ത ഇപ്പൊ കറക്റ്റ് ആയില്ലേ? ഇങ്ങനെ 2 കൈയും കൂടെ കൂട്ടിപ്പിടിച്ചു. ഇച്ചിരി പൊട്ടിയതായതുകൊണ്ട് ഒരേലും കൂടെ എത്താം. എടുത്തേച്ച് ഞങ്ങള് തേച്ച് കഴുകി ഉണങ്ങി അങ്ങോട്ട് വെക്കുന്നതാ. പിന്നെ ഇതെല്ലാം കൂടെ അടുക്കള നിരത്തിയിടണോ? അടുങ്ങിയിരിക്കണമെങ്കിൽ പാത്രങ്ങൾ എടുത്തേച്ച് എടുക്കുന്നിടത്ത് വെക്കണം. അതറിയാമോ? അടുക്കള ചൊവ്വ ഇരിക്കണമെങ്കിൽ ഇനി ഇതിലോട്ട് ചൂടായ കല്ലിലോട്ട് ഇങ്ങനെ വെക്കണം. അടുത്ത് ഒരെണ്ണം കൂടെ എടുത്ത് അങ്ങേ സൈഡിലും കൂടെ വെക്കണം. ഇങ്ങനെ 2 അട റെഡി. ഈ മൂടി വെക്കണ്ടേ? ഇങ്ങനെ ഇരുന്ന് ഇച്ചിരി കഴിയുമ്പോ തിരിച്ചിടണം. മീൻ ഫ്രൈ ഒക്കെ പോലെ. മീൻ ഫ്രൈ പോലെ ഇത് നേരെ ഇല കൂട്ടി തിരിച്ചിടണം.
തിരിച്ചിടാൻ പോവാണോ അച്ചമ്മച്ചി? അത് തിരിച്ചും അങ്ങ് 2 സൈസിൽ വിടണം, എന്നാലേ 2 വശം ചുവ ഇത് കണ്ടോ, വില കണ്ടോ? ആ പൊട്ടുന്നില്ല. അതല്ല ചൂട്, ചൂടാ വരുന്നതിന്റെയാണ്. വില പൊട്ടും. എന്നതാണല്ലേ ഈ വാഴയില വാടി വരുമ്പോഴത്തേക്കും അല്ലേ? വാഴയിലക്കകത്താണ് ഏറ്റവും നല്ല പലഹാരം ഉണ്ടാക്കാൻ, പിന്നെ കുമ്പിളുണ്ടാക്കാൻ ഭക്ഷണയുടെ ഇലയും. വയണ, എടന, കുമ്പിള്, ഇതെല്ലാം പേരാ അതിന്, ആ മരത്തിന്. ആയോ അച്ചമ്മച്ചിയാടാ? പിന്നെ എൻ്റെ ഇട കണ്ടോ, ഈ ഇടയ്ക്ക് നല്ല ടേസ്റ്റാ. ഇല്ലില്ല. തിന്നില്ലേലും തിന്നാലും എനിക്കറിയാം. നീയല്ല തിന്നാത്തത്, ഞാൻ എമ്പടി തിന്നിട്ടുള്ളതാണ്. ആ അപ്പൊ എല്ലാം കൂടെ ചുട്ടെടുക്കാം അല്ലേ? നമ്മുടെ പറമ്പിൽ കുറേ ചക്ക ഉണ്ടായിരുന്നേ, ഇത്തിരി വീണ് പോകുമായിരുന്നു. അപ്പം നമ്മുടെ കുറച്ച് കൂട്ടുകാർ ചക്ക എടുക്കുന്നവരുണ്ട്, അവർ ചക്ക എടുത്ത് കൊണ്ടുപോയി നോർത്തിലേക്കൊക്കെ കയറ്റി വിടാനുള്ളത് കൊണ്ടുപോയി വിൽക്കുന്നത്. അപ്പോൾ അവർ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്ന് പറമ്പിൽ കൂടെ എല്ലാം പോയി ഉള്ള ചക്കയെല്ലാം പറിച്ച് എല്ലാം റെഡിയാക്കി വണ്ടിയെ കയറ്റി കൊണ്ടുപോകാനുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അവരിത് മുഴുവൻ കൊണ്ടുപോയിട്ട് നല്ല ചക്ക നോക്കി വിളഞ്ഞൊന്നും എടുക്കുകയില്ല. അപ്പോൾ ഇന്നത്തെ 4 മണി പലഹാരം അടിപൊളി സ്പെഷ്യൽ സാധനം. കഴിച്ചു നോക്കി. എത്ര ദിവസം കൂടി തിന്നാലൊന്നും ഇരിക്കാൻ പറ്റിയതല്ലേ? അതെ അതെ, പറ്റത്തില്ല, നല്ല തണുപ്പാ. എന്നാ തണുപ്പ്, നല്ല തണുപ്പ്. അതുകൊണ്ടല്ലേ നല്ല ചൂട് ചായ. ആ അത് നീ കഴിച്ചിട്ട് പറയുന്നതാണ്. ഇന്നാണ് നല്ല വെയിലല്ലേ ഇപ്പം. രാവിലെ നിനക്ക് തന്നപ്പോ നീ വേണ്ടെന്ന് പറഞ്ഞതാണ്. രാവിലെ പിന്നെ പറയാം, ടേസ്റ്റ് ഉണ്ടോ പറയാം. പഴമായിട്ട് തിന്നാൻ പറഞ്ഞാൽ തിന്നുവോ? കഴിയല്ലോ. ഞാലിപ്പൂമ്പഴം ഇരുന്നതിട്ട് മിക്സിയിലടിച്ച് അടയാക്കി. ഇപ്പൊ കൊള്ളാമല്ലോ. 4 മണിക്കാപ്പിക്ക് നല്ല ചെറിയ ചൂട് ഇല്ലേ? പക്ഷെ ഇങ്ങനെ മഴയൊക്കെ തണുപ്പൊക്കെ വേണം. ഇപ്പഴാ നല്ലത്, വെയിലായോണ്ട്. ഒരു ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വന്നതേ ഉള്ളൂ. തണുപ്പ് വേണ്ട, തണുപ്പല്ലേലും വേണ്ട. നല്ല ചൂടാകുമ്പം പറയും തണുപ്പ് മതി. കുഞ്ഞിക്ക് മഴ ഇഷ്ടമല്ല, കുഞ്ഞിക്ക് വെയിലാ ഇഷ്ടം. ഇന്ന് നല്ല തണുപ്പാ. മഴ കുറഞ്ഞപ്പോഴാ തണുപ്പ് വരുന്നത്. കാറ്റുണ്ടല്ലോ നീ, അതാ കൈക്കും കാലിനും ഒക്കെ മരപ്പായി. ഇന്ന് ആകാശം മേഘാവൃതമായിട്ടാണ് നിൽക്കുന്നത്. കാറ്റാ നല്ല. അതാ ഇത്രയും തണുപ്പ്. കാറ്റില്ലെങ്കിൽ തണുപ്പ് കുറവാണ്. നീ എന്നാ ചിരിക്കു വല്ലാത്ത മിണ്ടു വല്ലാത്ത എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവനെ പണ്ട് സ്കൂളിൽ ഒന്ന് വീണിട്ട് ഫ്രണ്ടിലെ 2 പല്ല് സൈഡ് ഒടിഞ്ഞിരിക്കുക. അതുകൊണ്ട് അവന് ചിരിക്കാനും വാ പൊളിക്കാനും ഭയങ്കര മടിയാ. ആഹാ, നീ എന്നാ വലിയ മുതുമുത്തശ്ശനാണ്. അപ്പാടെ അച്ഛൻ ഇതുപോലെ ആയിരുന്നു. അച്ഛൻ ചിരിക്കുകയല്ലായിരുന്നു. അച്ഛൻ ചിരിക്കുകയല്ല, അച്ഛനാ അച്ഛൻ എത്ര വലിയ സംസാരിക്കത്തില്ല, ചിരിക്കത്തുമില്ല. ഇപ്പൊ ഫുഡ് കഴിക്കാനിരുന്നു കൂടി അതൊക്കെ ഇരുന്ന് കഴിച്ച് 1 മണിക്കൂറൊക്കെ എടുക്കും കഴിച്ച്. കറക്റ്റ് 1 മണിക്കൂർ. അന്നൊക്കെ രഞ്ജിനി ഉണ്ട് 10 മണിക്ക്, 11 മണിയായാലും ചോറിന് തരുള്ളൂ വൈകിട്ട്. അത്രയും നേരം ഇങ്ങനെ ഒരാളായിട്ടിട്ട് അവിടെ ഇരുന്നു എന്ന് പറഞ്ഞാലും കഴിക്കാനിരുന്ന് കഴിഞ്ഞാലല്ലേ അതൊക്കെ പയ്യല കഴിക്കുന്നു. അങ്ങനെ പാരമ്പര്യം ഇങ്ങനെ അത് മാറത്തൊന്നുമില്ല. മാറ്റിയെടുത്താ നിനക്ക് കൊള്ളാം. മനുഷ്യന് എന്നാ കഴിഞ്ഞ അതെന്തുവാടാ അവന് വണ്ടിയുടെ പോക്ക്. വണ്ടി പോയതാണോ? സൗണ്ട് മാത്രമേ ഉള്ളൂ. വണ്ടിക്ക് സ്പീഡില്ല, ടെസ്റ്റ് ചെയ്യുന്നതാ, സൗണ്ട് മാത്രമേ ഉള്ളൂ. ഇന്നൊന്ന് പോണം അല്ലേ? അങ്ങനെയൊന്നോ, മനുഷ്യന് ആവശ്യത്തിന് ചിരിക്കണം. ചിരി നല്ലതാണ് ആരോഗ്യത്തിന്. നന്നായിട്ട് ചിരിക്കണം. അപ്പൊ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.